ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇത് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഒക്കെ എതിരെ നിൽക്കുന്ന വരികളാണോ അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുന്നത്? മറ്റൊന്ന്, അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണ്. അപ്പോൾ ആ തരത്തിലേക്ക് ഒരു തെറ്റായ സന്ദേശം നൽകുകയും തെറ്റായ രീതിയിലേക്ക് നമ്മുടെ പുതുതലമുറയെ ചില സന്ദേശങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയാണോ അദ്ദേഹത്തിൻ്റെത്, രാഹുൽ? അനുജ മാം, രണ്ടു മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഒന്ന്, ശ്രീമതി മിനി കൃഷ്ണകുമാർ ജിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ പരാതി കൊടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. മാഡത്തിന്റെ അനാലിസിസിൽ, വിശകലനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അങ്ങനെ മോശമായി പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയോ അധികാര സ്ഥാനത്തിരിക്കുന്നവരെയോ നമ്മളെ നയിക്കുന്നവരെയോ പറഞ്ഞാൽ, അങ്ങനെ പരാതി കൊടുക്കാൻ ഒരു റൈറ്റ് ലീഗലി ഉണ്ട്, ലീഗലിയും എത്തിക്കലിയും ഉണ്ട്. നമുക്കതിനെ ഒരു കാരണവശാലും ഡിനേ ചെയ്യാൻ കഴിയില്ല. രണ്ട്, എന്റെ വ്യക്തിപരമായ അഭിപ്രായം, വേടനെ ബഹുമാനിക്കുമ്പോഴും വേടന്റെ ഘടകവിരുദ്ധമായ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനൊരു ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്. വേടനോട് രാഷ്ട്രീയമായി എതിർക്കുന്ന വ്യക്തിയാണ്. വേടൻ ചില കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ ഒരു മിതത്വവും മറ്റും കാണിച്ചാൽ നല്ലതാണ്. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആണെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവിനെ ആണെങ്കിലും പറയുമ്പോൾ ചില മാന്യതയും മര്യാദയും അതിർവരമ്പും നമ്മൾ കാണിക്കണം. ഇപ്പം ശ്രീ പിണറായി വിജയൻ സഖാവിന്റെ നിലപാടുകളും നയങ്ങളും കൊണ്ട് ശബരിമല വിഷയത്തിൽ 5 തവണ അറസ്റ്റ് ചെയ്യപ്പെട്ട് 2 ആഴ്ചയോളം ജയിലിൽ കിടന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഞാൻ അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ശ്രീ പിണറായി വിജയനോ സഖാവ് പിണറായി വിജയൻ അവർകളൊന്നോ അഡ്രസ്സ് ചെയ്യൂ. കാര്യം അദ്ദേഹം എൻ്റെ മുഖ്യമന്ത്രിയാണ്. അതേപോലെ വേടന്റെ പ്രധാനമന്ത്രി കൂടിയാണ് നരേന്ദ്രമോദിജി എന്ന് വേടൻ മറന്നു പോകരുത്. അപ്പൊ രാഷ്ട്രീയ വിമർശനമാകാം, വ്യക്തിപരമായ അധിക്ഷേപങ്ങളൊക്കെ പറയുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പം വാളെടുത്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ചും ആരെക്കുറിച്ചും പറയുന്നത് ശരിയല്ല എന്നൊരു തിരിച്ചറിവ് വേടന് വേണം. വേടൻ ലോകത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നത് നല്ലതാണ്. എൻ്റെ ആഗ്രഹം, വേടനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എൻ്റെ ആഗ്രഹം, വേടൻ നമ്മുടെ കാശ്മീരി പണ്ഡിറ്റുകളെ കുറിച്ചും നമ്മുടെ മണിപ്പൂരിലെ ക്രിസ്ത്യൻ സഹോദരങ്ങളെ കുറിച്ചും ഒക്കെ കൂടി പാടണമെന്നുള്ളതാണ്. വേടൻ സെലക്റ്റീവ് ആണ് എന്നൊരു വിമർശനം കേട്ടാൽ അത് വേടന്റെ തന്നെ ദോഷമാണ്. വേടൻ അതുകൊണ്ട് കാശ്മീരി പണ്ഡിറ്റുകൾ ലക്ഷക്കണക്കിന് ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഗസയിലെ കുഞ്ഞുങ്ങളുടെ വേദനയും വിശപ്പും നമ്മുടെ വേദനയാണ്, സംശയമൊന്നുമില്ല. ഗസയിൽ അങ്ങനെ 10,000-കണക്കിന് കുഞ്ഞുങ്ങൾ പട്ടിണിയിലാണ്. നമ്മൾ ആ ഗസയ്ക്ക് വേണ്ടിയും പാലസ്തീന് വേണ്ടിയും, ഇന്ത്യ എന്നും പാലസ്തീൻ അനുകൂലിക്കുന്ന നിലപാടാണ്. പാലസ്തീന്റെ പരമോന്നത ബഹുമതി നേടിയത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് വിഷമം ഉണ്ടാകണം. അതോടൊപ്പം കാശ്മീരി പണ്ഡിറ്റുകളാണെങ്കിലും മണിപ്പൂരാണെങ്കിലും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നെ ഒറ്റ വരി കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ LTTE കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പേര് വിമർശനമായി അത് ഉയർത്തുന്നതുകൊണ്ടാണ്. LTTE 1983 മുതൽ 87 വരെ ട്രെയിൻ ചെയ്തത് ഇന്ത്യയാണ്. നമ്മുടെ റോയാണ് യഥാർത്ഥത്തിൽ LTTE ട്രെയിൻ ചെയ്തത്. ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ കൊന്ന ധനു എന്നറിയപ്പെടുന്ന കലേവാണി രാജരത്നം 1985 നമ്മുടെ റോ സംഘടിപ്പിച്ച ഡിണ്ടിഗൽ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടിയാണ്. അന്ന് 17 വയസ്സാണ് ധനുവിന്റെ പ്രായം. അതിനുശേഷമാണ് നമ്മൾ LTT, നമ്മളെന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യവും LTT തമ്മിൽ തെറ്റിയത്. അപ്പോൾ LTT എന്ന് പറയുന്നത് ആ കാലത്തെ തമിഴന്മാരുടെ, പ്രത്യേകിച്ച് വേടന്റെ അമ്മയൊക്കെ ഒരു തമിഴ് വംശജയാണെന്നാണ് മനസ്സിലാക്കുന്നത്. LTT ആ കാലത്തെ തമിഴന്മാരുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്നതായിരുന്നു. പിന്നീട് അവർക്ക് വഴിതെറ്റി നമ്മുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട രാജീവ് ഗാന്ധിയെ കൊല്ലുന്നതിന് കാരണമായി. പക്ഷേ LTTE 4 വർഷത്തോളം ട്രെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇന്ത്യക്കും റോയിനുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം വേടനെ വേട്ടയാടരുത്, പക്ഷേ വേടനോട് വിമർശനാത്മകമായി വേടനോട് ഇടപെടണം. ഒറ്റ വരിയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവിടെയാണ് RSSന്റെ സർസംഘചാലക് പൂജനീയ മോഹൻ ഭഗവത്ജി പറയുന്നത്, പിന്നോക്കക്കാരോട് നമ്മൾ 2000 വർഷത്തോളം മൃഗങ്ങളെക്കാൾ മോശമായിട്ടാണ് പെരുമാറിയത്. ഇത് പറയുന്ന RSSന്റെ സർസംഘചാലകാണ്. നമ്മൾ ചരിത്രത്തിൽ അവരോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, മൃഗങ്ങളെക്കാൾ മോശമായിട്ടാണ് പെരുമാറിയത്. മഹാത്മാഗാന്ധി പറയുന്നുണ്ട് അംബേദ്കറിനെ കുറിച്ച്, അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല, അത് തന്നെ അംബേദ്കറുടെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണ്. അതായത് അംബേദ്കർ നമ്മുടെയൊന്നും, പ്രത്യേകിച്ച് സവർണ ഹിന്ദുക്കളുടെയും ബാക്കിയുള്ളവരുടെയും തല തല്ലി പൊളിക്കുന്നില്ല, അത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ കുറെ കൂടെ ക്ഷമയോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ വേടനോട് ആശയപരമായി സംവദിച്ച് വേടനോട് വിയോജിക്കണം. പക്ഷെ വിയോജിക്കുമ്പോൾ തന്നെ സ്നേഹവും ബഹുമാനവും കൂട്ടിച്ചേർത്ത്, ഇപ്പൊ ശശികല ടീച്ചറൊക്കെ ഒരു വാക്ക് പ്രയോഗിച്ചു, ഇന്നലെ ഹാഷ്മിയുടെ ചർച്ചയിൽ അത് പറഞ്ഞു, ഒരു കാരണവശാലും പ്രയോഗിച്ചുകൂടാത്തൊരു വാക്കാണ്. പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ വായി, ഞാൻ ആ വാക്ക് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇനി ആരും പ്രയോഗിക്കരുത്. അതെ, അല്ല, അപ്പൊ ഞാനും അത് തന്നെയാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്, പിന്തുടർന്ന് വേട്ടയാടുകയാണോ എന്ന ചോദ്യം വരുന്നത് അവിടെ തന്നെയാണ്. എനിക്ക് RSS BJP പ്രസ്ഥാനങ്ങളോട് വളരെ ബഹുമാനത്തോടെ എനിക്ക് ഇഷ്ടമാണ്. ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്, ഹിന്ദുത്വവാദിയല്ല. പക്ഷേ RSS BJP പ്രസ്ഥാനങ്ങളോട് അഭ്യർത്ഥന, കഞ്ചാവോളി എന്ന് വിളിക്കുക, ജിഹാദി ഏജന്റ് എന്ന് വിളിക്കുക, ഇസ്ലാമിസ്റ്റുകളുടെ ചട്ടുകോ എന്ന് വിളിക്കുക, രാജ്യവിരുദ്ധൻ എന്ന് വിളിക്കുക, ഇങ്ങനെയല്ല വേടനോട് സമീപിക്കേണ്ടത്. വേടനെ എതിർക്കുമ്പോഴും ബഹുമാനത്തോടും സ്നേഹത്തോടും വളർന്നു
വരുന്ന ഒരു കലാകാരനോടുള്ള ആദരവോടുകൂടി നമുക്ക് എതിർക്കാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും കുറെ കൂടെ നല്ലത്. കാര്യം വേടൻ മുന്നോട്ട് വെക്കുന്നത് പിന്നോക്കക്കാരന്റെ രാഷ്ട്രീയമാണ്, കറുത്തവന്റെ രാഷ്ട്രീയമാണ്. അത് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റാണ്. ഇതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി നമ്മളോട് പറഞ്ഞത്, നിനക്കൊക്കെ ഭ്രാന്താണ്, നീ ജീവിക്കുന്ന കേരളം ഭ്രാന്താലയമാണെന്ന് നമ്മൾ ഹിന്ദുക്കളോട് വിവേകാനന്ദ സ്വാമി പറഞ്ഞത് ചരിത്രത്തിലുണ്ടായ നമ്മുടെ തെറ്റുകൾ കൊണ്ടാണ്. അപ്പോൾ വേടൻ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് അമിതമായ പ്രതികരണം ഉണ്ടായാലും അതിനെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ചേർത്ത് നിർത്തി കൊണ്ടുപോകണമെന്നാണ് മഹാത്മാഗാന്ധി മുതൽ മോഹൻ ഭഗവത്ജി വരെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്.